ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഹെയറിന് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൈൻഡർ എടുത്തിട്ട് അതിനകത്തേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റൈസ് നമ്മൾ മുടിയുടെ ടെക്സ്ചറും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് ഷൈനിങ് വരാനും എല്ലാത്തിനും അടിപൊളിയാണ് കേട്ടോ ഈ റൈസ്. പിന്നെ നമ്മൾ കർഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിന് അടിപൊളി കൂളിംഗ് നൽകും. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പ്രോബ്ലമാണ് ഈ ഡാൻഡ്രഫ്, അതൊക്കെ മാറ്റും. അതുപോലെ തന്നെ ഷൈനിങ്, നമ്മൾ ഫ്രിസ്നെസ്, ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കർഡ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എഗ്ഗാണ്. എഗ്ഗിൻ്റെ വൈറ്റ് പോർഷനാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളതിൻ്റെ യോക്ക് പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കംപ്ലീറ്റ്ലി അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എഗ്ഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ഫ്രിസ്നെസ് കുറയ്ക്കാനും മുടി ഹെൽത്ത് ആക്കാനും ഹെയർ ഫാൾ കുറയ്ക്കാനും എഗ്ഗിനും കർഡിനും റൈസിനും പറ്റും. നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇത് ബ്ലെൻഡാക്കി എടുക്കണം. നല്ലൊരു പേസ്റ്റ് പരുവത്തിലേക്ക് ഇതാക്കി എടുക്കണം, കാരണം നമ്മൾ ഹെയറിനകത്ത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോഴേക്കും നല്ല പേസ്റ്റായിട്ട് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മുടി നമുക്ക് നല്ല രീതിയിൽ കോംബ് ചെയ്ത് നമുക്ക് അതിനകത്തുള്ള ചെടയൊക്കെ അറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് സെക്ഷനായിട്ട് തിരിച്ചിട്ട് വേണം നമ്മൾ ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാനുള്ളത്. നമുക്ക് ഹെയറിൽ സെക്ഷനായിട്ട് എടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഈ പാക്ക് നല്ല രീതിയിൽ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹെയറിൽ മാത്രമല്ല, ഹെയറിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയർ ലെങ്തിലും എല്ലാ സ്ഥലത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് നമുക്കൊരു 20 to 30 മിനിറ്റ്സ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിതൊരു മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ച് വാഷ് ഔട്ട് ചെയ്യാം. ഇതെൻ്റെ ഹെയർ മാസ്ക് ഇടുന്നതിന് മുന്നിട്ടുള്ള ഹെയറാണ് കേട്ടോ. ഇതെനിക്ക് ഹെയർ മാസ്ക് ഇട്ട ശേഷം കിട്ടിയ ഹെയറാണ്. അടിപൊളിയായിട്ട് ഷൈനിങ്ങും സ്മൂത്തായിട്ടും കിടക്കുന്ന ഹെയറാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.